നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ റൂറൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കാനായി ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2026 സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99.94 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പറപ്പൂക്കര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ചാലക്കുടി KSRTC പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി KV ഗണേഷ് കുമാർ നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ചാലക്കുടി സൈറ്റ് ഫോർ കിഡ്സ് പ്രോജക്ട് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ റൂറൽ ജില്ലാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കൊടകര ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ തൃശൂർ റൂറൽ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കൃഷ്ണദാസ് VA കേഡറ്റുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ ചാലക്കുടി, ഇരിഞ്ഞാലക്കുട സബ് ഡിവിഷനുകൾക്ക് കീഴിലുള്ള 14 സ്കൂളുകളിൽ നിന്നായി 580 കേഡറ്റുകളാണ് പരേഡിൽ അണിനിരന്നത്. കൊടകര ഗവൺമെൻറ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, കൊടകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, SNV HSS ആളൂർ, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദിക്കര, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പിളിയം, ചെമ്പുച്ചിറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വിമൽ ജ്യോതി സെൻട്രൽ സ്കൂൾ മുപ്പിളിയം, സെൻറ്റ് സെബാസ്റ്റ്യൻസ് HS കുറ്റിക്കാട്, MRS ചാലക്കുടി, HSS കൊരട്ടി, LFC HSS കൊരട്ടി, GV HSS പുത്തഞ്ചിറ, സെൻറ് മേരീസ് HSS കുഴിക്കാട്ടുശ്ശേരി, SNDP HSS പാലിശ്ശേരി എന്നീ സ്കൂളുകളിലെ കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഭിലാഷ് TS, മിനി ദാസൻ, തൃശൂർ DDE PM ബാലകൃഷ്ണൻ, ചാലക്കുടി DYSP ഇബ്രാഹിം PH, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് NS, കൊടകര SHO PK ദാസ്, ADNO ബിജു OH എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തവർ സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും പുറന്തള്ളപ്പെടുമെന്നത് യാഥാർത്ഥ്യമാണെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കാനായി ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാഷ്ട്രീയം ചരിത്രത്തിൻ്റെ ആവർത്തനമാണെന്നും ചരിത്രത്തിൻ്റെ വിലയിരുത്തലാണ് രാഷ്ട്രീയ വിജയങ്ങളുടെ രഹസ്യമെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പെട്ടെന്ന് കാര്യങ്ങൾ മാറിമറിയാം. 2 ആഴ്ച കൊണ്ട് രാഷ്ട്രീയമാകെ പ്രവചിക്കാൻ കഴിയാത്ത വിധം മാറിമറിയാറുണ്ടെന്ന് അച്ഛൻ പറയാറുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്താകെ അഭിമാനിക്കാവുന്ന മാധ്യമപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണനാണ് ചാലക്കുടി പ്രസ് ഫോറം അവാർഡ് നൽകുന്നത് എന്നത് അവാർഡിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതാണെന്നും ഓരോ വർഷവും മുടക്കമില്ലാതെ പ്രസ് ഫോറം മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെയെല്ലാം ആദരിക്കാൻ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നത് മാധ്യമ സമൂഹത്തിനാകെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. മാധ്യമ പ്രവർത്തന രംഗത്ത് 4 നൂറ്റാണ്ട് തികച്ച പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റും മലയാള മനോരമ ലേഖകനുമായ ലാലുമോൻ ചാലക്കുടിയെ മന്ത്രി ആദരിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള PN കൃഷ്ണൻ നായർ സ്മാരക ജില്ലാ മാധ്യമ പുരസ്കാരം കേരള കൗമുദി ഇരിഞ്ഞാലക്കുട ലേഖകൻ VR സുകുമാരനും, CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ ചാവക്കാട് ലേഖകൻ KC ശിവദാസിനും, പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം ചേലക്കര CCV ന്യൂസ് ചാനലിലെ വിബിക്സ് ചേലക്കരയ്ക്കും,
AP തോമസ് സ്മാരക ജില്ലാ വാർത്താചിത്ര പുരസ്കാരം കേരള കൗമുദി ചെറുതുരുത്തി ലേഖകൻ മനോജ് തൈക്കാട്ടിനും, കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വനിതാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് NCTVയിലെ ന്യൂസ് റീഡർ റിയ മേരിക്കും, പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ പുരുഷ വാർത്താവതാരക പുരസ്കാരം കൊടകര KCBയിലെ KR ശശികുമാറിനും, കെയർ കേരള ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പുതുക്കാട് ന്യൂസിലെ NM സരീഷിനും മന്ത്രി സമ്മാനിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗം CK പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLAയുടെ ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് അവാർഡ് നൽകി ആദരിച്ചു. MLA ഉപഹാര സമർപ്പണം നടത്തി. ചികിത്സാ ധനസഹായ വിതരണം നഗരസഭാ അധ്യക്ഷ ആലിസ് ഷിബുവും അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണം റബ്ബർ ബോർഡ് മുൻ വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, നഗരസഭാ ഉപാധ്യക്ഷൻ KV പോൾ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പെല്ലിശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലീല സുബ്രഹ്മണ്യൻ, KC മനോജ്, പോളി പുളിക്കൻ, സുനന്ദ നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ K മേനോൻ, കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ്, പ്രസ് ഫോറം സെക്രട്ടറി സുനിൽ സരോവരം, ജനറൽ കൺവീനർ വിൽസൺ മേച്ചേരി എന്നിവർ പ്രസംഗിച്ചു. ചീഫ് കോർഡിനേറ്റർമാരായ ഷാലി മുരിങ്ങൂർ, PF ഫൈസൽ, ആഷിൻ പോൾ, എക്സിക്യൂട്ടീവ് അംഗം അക്ഷര ഉണ്ണികൃഷ്ണൻ, മുൻ പ്രസിഡന്റുമാരായ മധു ചിറക്കൽ, KN വേണു, NR സരിത, തോമസ് കോമ്പാറ, ഭരിത പ്രതാപ്, ഭാരവാഹികളായ MS സദാനന്ദൻ, ജെനിൽ ജെയ്സൺ, ലിക്സൺ വർഗീസ്, ലിജോയ് K ജോയ്, നെൽസൺ ഫ്രാൻസിസ്, KB ബിനേഷ്, PS രാഹുൽ, റോസ്മോൾ സോണി എന്നിവർ നേതൃത്വം നൽകി. ഈ മേഖലയിൽ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് നടന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ്. പലപ്പോഴും മാധ്യമപ്രവർത്തകരിൽ ചില വ്യക്തികളെ മാത്രം നമ്മൾ അനുസ്മരിക്കാറുണ്ട്. അവരുടെ ബന്ധങ്ങൾ, അവരുടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് അവരെ പലപ്പോഴും ആദരിക്കാറുണ്ട്. പക്ഷേ പൊതുവിൽ ഈ രംഗത്ത്, ഈ പ്രദേശത്ത് ചാലക്കുടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മാധ്യമപ്രവർത്തകരെ ഓർക്കാനും അവരെ അനുസ്മരിക്കാനും അവരുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള പ്രമുഖരായ മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും. ചാലക്കുടി KSRTC പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. സാമ്പത്തിക പ്രതിസന്ധികൾ മറികടന്ന് KSRTC പ്രവർത്തനം ലാഭത്തിലേക്ക് കടക്കാനുള്ള നിലയിലേക്ക് മുന്നേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സർവീസുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടർന്നാൽ പൊതുഗതാഗത രംഗത്ത് KSRTC വീണ്ടും ശക്തമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. 4 കോടി രൂപ ചെലവിൽ 14,000 ചതുരശ്ര വിസ്തീർണമുള്ള ബഹുനില ടെർമിനൽ സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, യാത്രക്കാരുടെ താമസ സൗകര്യം, കടമുറികൾ, ക്ലോക്ക് റൂം, ക്യാൻറ്റീൻ, ഫീഡിംഗ് റൂം, ശുചിമുറികൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ ടെർമിനലിൽ ഉൾപ്പെടും. ചാലക്കുടി KSRTC ബസ് ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, വാർഡ് കൗൺസിലർ ജോജി VJ, KSRTC EDO GP പ്രദീപ് കുമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവനക്കാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇവിടെ ഈ ഒരു ചാലക്കുടി ഡിപ്പോ തന്നെ പണ്ട് വളരെ വർഷങ്ങളായി നമ്മൾ ഡിപ്പോകളെല്ലാം നഷ്ടത്തിൽ പോവുകയായിരുന്നു. ഇപ്പോൾ KSRTC പല ദിവസങ്ങളിലും ഒരു മാസത്തിന്. പാലപ്പിള്ളി മേഖലയിലെ കുണ്ടായി ചൊക്കന തോട്ടം മേഖല ഒരു വ്യത്യസ്തമായ അതിഥി സാന്നിധ്യത്തിന് സാക്ഷിയാവുകയാണ്. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയാനയെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഒരു കാട്ടാനക്കൂട്ടം ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. കുട്ടിയാനയ്ക്ക് ചുറ്റും കാവലായി നിൽക്കുന്ന വലിയ ആനകളുടെ കാഴ്ച നാട്ടുകാരിൽ കൗതുകവും അതേസമയം ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. മുപ്പിളിപ്പുഴയിൽ വെള്ളം കുടിക്കാനെത്തി പിന്നെ ശാന്തമായി മടങ്ങുന്ന ആനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തോട്ടം തൊഴിലാളികളാണ് ആദ്യം ആനകളെ കണ്ടത്. അപ്രതീക്ഷിതമായി നേരിൽ കണ്ടെങ്കിലും ആരും അവരെ ഓടിക്കാൻ ശ്രമിച്ചില്ല. കുട്ടിയാനയുള്ളതിനാൽ അധികം സമീപിക്കാതെ ദൂരത്തു നിന്ന് മാത്രം നോക്കിയിരിക്കുകയായിരുന്നു എന്ന് തൊഴിലാളികൾ പറയുന്നു. ആനക്കൂട്ടം മേഖലയിൽ നിലയുറപ്പിച്ചതോടെ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ആനക്കൂട്ടം കാട്ടിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99.94 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പറപ്പൂക്കര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു മുഖ്യാതിഥിയായി. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം ലതാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് ഡിസ്ട്രിക്ട് 318 ഡിയുടെ സഹകരണത്തോടെ കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ ലഭ്യമാക്കുന്ന സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതി ആരംഭിച്ചു. ചാലക്കുടി BRCയുമായി സഹകരിച്ച് ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 150 കുട്ടികൾക്ക് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കണ്ണു പരിശോധന നടത്തുകയും കണ്ണടകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ലയൺസ് മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ സാജു ആന്റണി പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിന് സൈറ്റ് ഫോർ കിഡ്സ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജെയിൻ ചിറ്റിലപ്പള്ളി സ്വാഗതവും സെക്രട്ടറി ജോബി MJ നന്ദിയും പറഞ്ഞു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് ഡി ദാസ്, റീജിയണൽ ചെയർപേഴ്സൺ ഹാരി ജെ മാളിയക്കൽ, BRC ബ്ലോക്ക് കോർഡിനേറ്റർ ലിജോ ജോസ്, ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ് ആയ ജോസ് മൂത്തേടൻ, ബിജു പേരേപ്പാടൻ, അഡ്വക്കേറ്റ് ആൻഡ്രോ ചെറിയാൻ, ക്ലബ് ട്രഷറർ പീറ്റർ VC എന്നിവർ പ്രസംഗിച്ചു. ഒരു നല്ല അഭിവാദ്യമാണ്. നമസ്തേ. നമുക്കൊരു ഉചിതമായ നമസ്തേ. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു. പ്രിയ കുട്ടികളെ, നമ്മുടെ പ്രാർത്ഥനാ ഗാനം കേട്ടപ്പോൾ രണ്ട് വരി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? എന്റെ മനസ്സിൽ നല്ല ചിന്തകൾ വരുവാൻ, എന്റെ നാവില് നല്ല വാക്കുകൾ വരുവാൻ, എന്റെ കാര്യങ്ങൾക്ക് നല്ലത് ചെയ്യുവാനുള്ള അനുഗ്രഹം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പന്തല്ലൂർ പ്രദേശത്ത് വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശത്തെ പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന പന്തല്ലൂർ ഇറിഗേഷൻ സംവിധാനം പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് 5, 6 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പന്തല്ലൂർ ഇറിഗേഷൻ പമ്പ് ഹൗസിന് മുമ്പിൽ നടത്തിയ ധർണ BJP പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് തിലകൻ കിള്ളിക്കുളങ്ങര, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് അഷിത റിജു, ദിലീപൻ കാരണത്ത്, പവിത്രൻ, ശശി തച്ചമ്പുള്ളി, മിഥുൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,10,1080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ റൂറൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കാനായി ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2026 സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99.94 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പറപ്പൂക്കര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ചാലക്കുടി KSRTC പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ചാലക്കുടി സൈറ്റ് ഫോർ കിഡ്സ് പ്രോജക്ട് ആരംഭിച്ചു.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.